ഞാൻ ഒരു ദിമാഗി നക്സലാണ് എന്നതിൽ അഭിമാനിക്കുന്നു എന്ന് മുൻ ധനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം പറഞ്ഞത് വലിയ തോതിൽ ഒരു ദേശീയ ചർച്ചയായിരുന്നു. ഈ ദിമാഗി നക്സലിസം ഒരിക്കലും ഒരു സാധാരണ സമരരൂപമല്ല. അതൊരു ഭീകര സമരരൂപമാണ്. മാവോയിസം, നക്സലിസം തുടങ്ങിയ അതുപോലെ CPI-ML, റെഡ് ഫ്ലാഗ് തുടങ്ങിയ ചില ഏജൻസികൾ, ഇതൊക്കെ ഭീകരവാദ, ഇടതുപക്ഷ തീവ്രവാദ അല്ലെങ്കിൽ നക്സലിസം എന്ന് പറയുന്നത് ഇടതുപക്ഷ തീവ്രവാദത്തിൻ്റെ മറ്റൊരു മുഖമാണ്. നമ്മൾ നക്സൽബാരിയെക്കുറിച്ചും കേരളത്തിലെ നക്സൽ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ നമുക്ക് ചരിത്രമുണ്ട്. അപ്പം അത്തരത്തിൽ ഒരു നക്സൽവാദിയാണ് താനെന്ന് അഭിമാനപൂർവ്വം പറയുന്നു. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി പല രീതിയിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നൊക്കെയാണ് പി ചിദംബരം പറയുന്നത്. ഇദ്ദേഹം ദീർഘകാലം ഇന്ത്യയുടെ ധനമന്ത്രിയായിരുന്നു. ഇദ്ദേഹം ധനമന്ത്രിയായിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ അഴിമതിയും സ്വജനപക്ഷപാതവും തട്ടിപ്പും വെട്ടിപ്പും രാജ്യത്ത് നടന്നത്. അതിനുശേഷം മോദി സർക്കാർ വന്നതിന് ശേഷം നിർമ്മല സീതാരാമൻ അവർ ധനമന്ത്രിയായതിനു ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച വളരെയധികം മെച്ചപ്പെട്ടു, വളരെയധികം വിപുലമായി. നമ്മുടെ രാജ്യത്തേക്ക് നിക്ഷേപം കുമിഞ്ഞുകൂടി. ശരിക്കും ഒരു വൻ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ എന്ന രാജ്യം മാറിയത് നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായതിൽ പിന്നെയാണ് എന്നത് കണക്കുകൾ സഹിതം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തെ അല്ലെങ്കിൽ ഒരു ഭരണവർഗത്തെ മോശക്കാരനാക്കുകയാണ് സത്യം പറഞ്ഞാൽ തികഞ്ഞ പരാജയമായിരുന്ന ഒരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാതെ വായിൽ തോന്നിയത് മാത്രം വിളിച്ചു പറഞ്ഞ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകർത്തെറിഞ്ഞ ഈ പി ചിദംബരം ഈ മോദി സർക്കാരിനെയും നിർമ്മല സീതാരാമനെയും മോദിയും ഒക്കെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വെറും രാഷ്ട്രീയം മാത്രമാണ്. പക്ഷേ അതിൽ നിന്നൊന്നും ഇവർക്കൊന്നും കോൺഗ്രസിന് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകില്ല. പി ചിദംബരം എന്ന ചിദംബരം ചെട്ടിയാർ ഒരിക്കലും ഇനി ധനമന്ത്രിയാകും എന്നും തോന്നുന്നില്ല. കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരും എന്നും തോന്നുന്നില്ല. ഇത് തമ്മിലൊരു താരതമ്യം ഒരു കാർഡ് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ സാധിച്ചു. 2014 വരെ 2 ലക്ഷമായിരുന്നു ടാക്സ് എക്സംഷൻ കൊടുത്തിരുന്നത്. അതായത് ഈ ടാക്സ് നികുതി ഇളവ് കൊടുത്തിരുന്നത് 2026 ആയപ്പോഴേക്കും അത് 12.75 ലക്ഷം ടാക്സ് ഇളവ് കൊടുത്തു. 2014 ബാങ്ക് NPA 11% ഉയർന്നു നിന്നിരുന്നു. ബാങ്കിൻ്റെ പൊതുക്കടം ഇപ്പോഴത് 0.4% മാത്രമാണ്. അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിന് വേണ്ടി 1.57 ലക്ഷം കോടിയാണ് ചിദംബരം ചെട്ടിയാരുടെ കാലത്ത് വിനിയോഗിച്ചത്. ഇപ്പോൾ അത് 65 ലക്ഷം കോടിയായി. അതുപോലെ വെൽത്ത് ക്രിയേറ്റഡ്, പുതുതായി നമ്മളുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തിയത്, അത് 13 ലക്ഷം ക്രോറായിരുന്നു ചിദംബരത്തിൻ്റെ സമയത്ത് 2009 മുതൽ 2014 വരെ. പിന്നീട് അത് ഇപ്പോൾ 2019 മുതൽ 2026 വരെ അത് 370 ലക്ഷം കോടിയാണ്. 13 എന്നുള്ളത് 370 ലക്ഷം കോടിയായി ഉയർന്നു. ഫോറക്സ് അഡിക്ഷൻ എന്ന് പറയുന്നത് $50 ബില്യൺ ആയിരുന്നു. ഇപ്പോൾ അത് $320 ബില്യൺ. GDP റാങ്ക് 10ാമത്തെ റാങ്കായിരുന്നു 2014. ഇപ്പോൾ അത് 5ാമത്തെ റാങ്ക്, 5 പോയിന്റ് ഉയർന്ന് 5ാമത്തെ റാങ്കിലെത്തി. 2012 മുതൽ 2014 വരെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ 9.5% ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോൾ അത് 5% മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ലാസ്റ്റ് പറഞ്ഞതാണ്. 2009 മുതൽ 2014 വരെ 78 സ്കാമുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, അഴിമതി ഇതൊക്കെ ഉണ്ടായിരുന്നു. 78 കേസുകൾ അറിഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ. ഇപ്പോൾ അത് 0. 2026 അത് നിർമ്മലാ സീതാരാമൻ്റെ കാലത്ത് ഇത്തരം സാമ്പത്തിക തട്ടിപ്പും വെട്ടിപ്പുമൊക്കെ 0. ഇവിടെ റിസൾട്ടിന്, ഫലത്തിനാണ് നമ്മൾ വില കൊടുക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും യുവജനങ്ങൾ, നിങ്ങൾ ജെൻസി എന്നോ അല്ലെങ്കിൽ ദിമാഗി നക്സൽ എന്നോ ഒക്കെ പറഞ്ഞ് നടക്കാം എന്നുള്ളതല്ലാതെ അതൊക്കെ വെറും രാജ്യവിരുദ്ധരുടെ കൂട്ടായ്മകൾ മാത്രം, അല്ലെങ്കിൽ രാജ്യവിരുദ്ധർ ഒത്തുകൂടുന്നത് മാത്രം. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ വന്നിട്ട് ആളിക്കത്തിയിട്ട് അങ്ങ് അടഞ്ഞു പോയിക്കൊള്ളും എന്നുള്ള കാര്യം അമിത്ഷായ്ക്കും നിർമ്മലാ സീതാരാമനും നരേന്ദ്രമോദിക്കും അജിത് ഡോവലിനും ഒക്കെ നന്നായിട്ടറിയാം. പിന്നെ കുറേ ആളുകൾ രാഷ്ട്രീയമായി അതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു. അതും അത്ര ശുഭകരമായിരിക്കില്ല എന്നത് മറ്റൊരു കാര്യം. സ്വന്തം കണ്ണിലെ കോലെടുത്ത് മാറ്റിയിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടെടുക്കാൻ പോകുന്നതാണ് പി ചിദംബരത്തിന് നല്ലത്. നിർമ്മലാ സീതാരാമൻ എന്ന ഒരു സാധാരണക്കാരിയായ സ്ത്രീ, ചിദംബരം ആണെങ്കിലും വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി സാമ്പത്തിക ശാസ്ത്രം പഠിച്ചതാണെന്നാണ് പറയുന്നത്. നെഹ്റുവിനെ പോലെയോ രാഹുൽ ഗാന്ധിയെ പോലെയോ പഠിച്ചതാണോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ പോലെയോ പഠിച്ചതാണോ എന്നറിയില്ല, പഠിച്ചു എന്ന് പറയുന്നു. ഈ നിർമ്മലാ സീതാരാമൻ സാധാരണ ചെന്നൈയിലെ ഒരു സാധാരണ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച് ഒരു കടയുടെ സെയിൽസ് സൂപ്പർവൈസറായി ജോലി ചെയ്ത് അവർ ജീവിതത്തിൽ നിന്ന്
സാമ്പത്തിക ശാസ്ത്രം പഠിച്ചെടുത്താണ് അതെങ്ങനെ ഇന്ത്യക്ക് വേണ്ടി സ്വന്തം രാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്ന് നിർമ്മലാ സീതാരാമന് നന്നായിട്ടറിയാം. പി ചിദംബരത്തിന് അറിയാമെങ്കിലും അത് ചെയ്യില്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യം നന്നാവണം എന്നില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി നന്നാവണം എന്ന് പോലുമില്ല, അദ്ദേഹം നന്നാവണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം സ്കാമുകളുടെ എണ്ണം മാത്രം നോക്കിയാൽ മതി, അദ്ദേഹത്തിൻ്റെ കഴിവ് നമുക്കെല്ലാവർക്കും മനസ്സിലാകും. പുറകിൽ നിന്ന് 1ാം റാങ്ക് കിട്ടുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചിദംബരത്തിന് ഏറ്റവും മികച്ച ധനമന്ത്രി എന്നുള്ളത് ഏറ്റവും മോശം ധനമന്ത്രി എന്നുള്ള പുരസ്കാരം ചിലപ്പോൾ ലഭിച്ചേക്കും.